ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ലോകത്തിലെ മാജിക്കൽ വേൾഡായ സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡിലെ ലൂസേൺ എന്ന് പറയുന്ന ഒരു സൂപ്പർ ബ്യൂട്ടിഫുൾ ടൗണിലാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ എവിടേക്ക് നോക്കിയാലും ഒരു പോസ്റ്റ് കാർഡ് വ്യൂ ആണ്. ഇതൊരു വലിയ നഗരമൊന്നുമല്ല, പക്ഷെ ഭയങ്കര ചാമിങ് ആണ്. ലെറ്റ്സ് എക്സ്പ്ലോർ ലൂസേൺ. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ലൂസേൺ ഒരു കുഞ്ഞു നഗരമാണ്. ചുറ്റും മലകൾ, നടുവിലൂടെ ഒഴുകുന്ന റൂസ് നദി, അതിൻ്റെ സൈഡിൽ പഴയ ടൗണുകൾ, എല്ലാം ചേർന്നൊരു പെർഫെക്റ്റ് വൈബ്. പൂക്കൾ നിറഞ്ഞ വെള്ളത്തിന് മുകളിലൂടെ നീളുന്ന ഒരു മനോഹരമായൊരു പാലമുണ്ട് അവിടെ. കാപ്പൽ ബ്രൂക്കെ, ചാപ്പൽ പാലം. ചരിത്രവും സൗന്ദര്യവും ഒരുമിച്ച് കാണാൻ കഴിയുന്നൊരു പാലം. യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആയിട്ടുള്ളതും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണിത്. 1300 കാലഘട്ടങ്ങളിലായിരുന്നു ഇതിന്റെ നിർമ്മാണം. കച്ചവടത്തിനും അതുപോലെ തന്നെ അവിടുത്തെ സിറ്റി സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഇവരിതുണ്ടാക്കിയത്. പാലത്തിനൊപ്പം കാണുന്ന കല്ലുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഗോപുരം, വാട്ടർ ടവർ. മുൻകാലങ്ങളിൽ അത് ജയിലായിട്ടും നിധി സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമായിട്ടും നഗരത്തിന്റെ കാവൽ ഗോപുരമായിട്ടുമായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ചാപ്പൽ പാലം ഒരു പാലം മാത്രമല്ല, ലുസേണിന്റെ ചരിത്രം, അഭിമാനം, ഓർമ്മകൾ എല്ലാം ഒന്നിച്ചുള്ള ഒരു സ്ഥലമാണ്. അടുത്തത് ഞങ്ങൾ കണ്ടത് ലേക്ക് ലുസേൺ ആണ്. കാപ്പൽ ബ്രൂക്കിന് തൊട്ടടുത്താണ് ഈ ലേക്ക് ലുസേൺ. വളരെ മനോഹരമാണ് ലേക്ക് ലുസേൺ കാണാനായിട്ട്. സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും സുന്ദരമായ തടാകങ്ങളിൽ ഒന്നാണ്. ചുറ്റും മലകളാണ്, മഞ്ഞിൽ മൂടിക്കിടക്കുന്നത് കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് വൈസ് സൂപ്പറാണ്. ആ ലേക്കിലെ വെള്ളം വളരെ പ്യുവർ ആണെന്നാണ് പറയപ്പെടുന്നത്. പഴയ കാലത്ത് വ്യാപാരത്തിനും യാത്രയ്ക്കും നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനും ഒക്കെയായിരുന്നു ഈ തടാകം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് ഇപ്പോൾ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആണ്. ബോട്ട് യാത്രകൾ, സിറ്റി ക്രൂസുകൾ, അങ്ങനെ പല പല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ലുസേൺ നഗരം രൂപപ്പെട്ടതിലും വളർന്നതിലും ഈ തടാകത്തിനൊരു വലിയൊരു പങ്കുണ്ട്. നമ്മളൊക്കെ കണ്ടു മറന്നിരിക്കുന്ന ഒരു പാട്ടുണ്ട്, സില്ലിനൊരു കാതൽ എന്ന് പറയുന്ന സൂര്യയുടെ ഒരു ഹിറ്റ് മൂവിയുണ്ട്. അതിലൊരു പാട്ടുണ്ട്, ന്യൂയോർക്ക് നഗരം. അതിൽ സീനുകളെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്, എല്ലാമൊന്നും പറയണില്ല, അതിൽ കുറച്ച് സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ പാലത്തിലാണ്. അതിനുശേഷമാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ഈ മാജിക്കൽ വേൾഡിലേക്ക് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് 3 ദിവസത്തേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് സന്ദർശിച്ചതായിരുന്നു ലുസേൺ. ലോയ്റ്റ ബ്രണ്ണൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും വഴിയാണ് നമ്മൾ ലുസേൺ സന്ദർശിച്ചത്. അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന കാലാവസ്ഥയും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ലുസേൺ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ലുസേൺ ഒരിക്കൽ കണ്ടാൽ മറക്കാനാവാത്ത, വീണ്ടും വരണമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു നഗരം കൂടിയാണ് ലുസേൺ. അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു.